Hello guys, welcome to Heaven Bloggers. നമ്മൾ ഇന്ന് പാസ്ത ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് കുക്കറിനകത്ത് വെക്കണം. പാസ്ത എടുത്ത് പാത്രത്തിൽ ഇതാ ഇടുന്നു. എത്ര ഇട്ടെന്ന് പറയണ്ട ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് നിനക്ക് എത്ര കഴിക്കണോ അത്രയ്ക്ക്. ശരിയാ, അത്ര ഇട്ടു. ഹലോ ഗൈസ്, നമ്മുടെ ഫ്രിഡ്ജിന് സാധനം എടുക്കാൻ പോകുന്നത്. അതിന്റെ അകത്ത് ആരുടെ സാധനം എടുക്കണമെന്ന് അറിഞ്ഞൂടാ. ആരും തിന്നാലും എടുക്കാൻ പോകുന്നു. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ വേണം. 2 കവർ പൊട്ടിച്ചിരിക്കുന്നത്. അത് ആരെന്നായിരുന്നൂടാ, ആരതായിരുന്നാലും നമുക്ക് എടുക്കാം. പിന്നെ വേറെ എന്ത് വേണം? വേറെ ഒന്നും ഫ്രിഡ്ജിലില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളില്ല. ശരി, നമുക്ക് പണി തുടങ്ങാം. പച്ചമുളക് ഉണ്ടാ, പച്ചമുളക് ഒരിക്കലും ആരും തന്നൂടാ. പക്ഷെ വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസം ആയിരുന്നു. സോറി മാൻ. അഴിപ്പറക്കിരിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ കുക്കിംഗ് ചെയ്യുമ്പോ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കണം. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, കിച്ചണിലോട്ട് പോവാം. കിച്ചണിൽ വന്നു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതെല്ലാം കട്ട് ചെയ്യാൻ പോകുന്നത്. ഓണിയൻ, ടൊമാറ്റോ, ചില്ലി. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. പാൻ ചൂടായതും ഓനിയൻ ഇട്ടിട്ട്, മസാല ഇട്ടിട്ട്, എഗ് ഇട്ടിട്ട്, പാസ്ത ആയിട്ട് നമ്മുടെ കുക്കിങ്ങിനെ ഈസിയാ നമ്മള് തീർക്കാൻ പോകുന്നു. ഓയിൽ ഒഴിക്കുന്നത്, കുറച്ച് എണ്ണ ചൂടായതിനു ശേഷം തന്നെ ബാക്കി പണി. എണ്ണ ചൂടാവണം, അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാം. പാസ്ത കണ്ട് നോക്കാൻ പോവാണ്. വരും. പാസ്ത വെന്തോ ഇല്ലെന്ന് നമ്മൾ കയ്യിലിട്ട് നോക്കേണ്ടതാണ്. ഇതിക്ക് നോക്കണം. സൂപ്പർ ആയിട്ടുണ്ട് പാസ്ത. സൂപ്പറായി വെന്തിട്ടുണ്ട്. നമ്മളെ പക്വമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഗായ്സ്, എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാൻ പോവാണ്. ഇനി നമുക്കിത് പാകം വരുന്നവരെ വശത്ത് കൊടുക്കണം. തീ അല്പം നമുക്ക് സിമ്മിലേക്ക് വെക്കാം, അല്ലെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഭാഗത്തിൽ വരുന്നതാണ്. ഗൈസ്, ഇപ്പോ സവാള ഏകദേശം വശിക്ക് കഴിഞ്ഞു. നമ്മൾ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടാൻ പോകുന്നത്. ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. സ്പൂണിൽ വരണല്ലേ, എടുത്തിട്ടാ തന്നിക്കണ ഫോർക്ക് ഗൈസ് നിറയിടാൻ പറയുന്നു, വരുന്നില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ഇതായിട്ടുണ്ട്. നമ്മളിനി തക്കാളി, അടുത്ത പച്ചമുളക് ഇടാൻ പോവാണ്. നമ്മുടെ പയ്യനടുത്ത് ഷെഫിന് കുക്കിംഗ് റെഡി ആയിക്കൊണ്ട് വിളിക്കുന്നു. ബാക്കില് അവരുടെ പയ്യനകത്താണ് ബംഗാളി കുക്കിംഗ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വശക്ക് വന്നവരെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളിനി മസാല ഇടാൻ പോവാണ്. ഫസ്റ്റ് ഇടാൻ പോകുന്നത് മുളക് പൊടി. ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ ഇടുക. ആവശ്യത്തിന്, അധികം ഇടല്. എരിച്ച് ഉപ്പാട് വന്നുള്ളത്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഗൈസ് നമ്മൾ ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മസാല കുറച്ച്, ആവശ്യത്തിന് ഇടുക. ആവശ്യത്തിന്, അനാവശ്യത്തിന് ഇടാൻ പാടില്ല, കേട്ടില്ല. അടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മാത്രം. അടുത്ത് കുറച്ച് ഗരം മസാല. ഓക്കെ ഗൈസ്, മസാല റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ട ഉടച്ച് വീഴ്ത്തണം. നമ്മളിനി മുട്ട. ഓക്കെ, മുട്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്, നല്ല കേടില മുട്ടയാണ്. ഖത്തറിലെ കേടില മുട്ട. നമ്മളിത് 3 പേർക്കാണ്
5 മുട്ട യൂസ് ചെയ്യുന്നത്. മുട്ട എല്ലാം അവിടെ തൂത്തിട്ട് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് എന്തെന്ന് വെച്ചാൽ വേവിച്ച് വെച്ച പാസ്ത എടുത്ത് ഇതിൽ ഇടണം. മിസ്റ്റർ അഭിജിത്ത്, ഗൈസ് പാസ്ത റെഡി. കട്ടാൻ പോവാണ്. ഓക്കേ ഗൈസ്, പാസ്ത റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കാം. ആ ചൂടോടെ എടുക്കണം ഗൈസ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം, ചൂടോടെ കഴിക്കണം. ടേസ്റ്റ് നോക്കാം മിസ്റ്റർ, എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വായിൽ വെച്ചോടെ അലിഞ്ഞു പോവുകയാണ്. കാരണം നമ്മൾ പാസ്ത വേവിച്ച് നമ്മൾ വച്ചിരുന്നതുകൊണ്ട് അത് അങ്ങനെ വെന്ത് അത് അലിഞ്ഞു പോകണ കണക്കെ ഇരിക്കുകയാണ്. ഇതേപോലെ ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനല് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.